السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. വിശ്വാസികൾക്കുള്ള സുവിശേഷം. സുവിശേഷങ്ങൾ ഒരുപാട് വിശ്വാസികൾക്കുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സുവിശേഷങ്ങൾ, സന്തോഷങ്ങൾ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ വിശ്വാസികൾക്കായി പ്രതിപാദിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ദിവസം മുഴുവൻ ആ സുവിശേഷങ്ങൾ മാത്രം ഒരു വിശദീകരണമില്ലാതെ പറയാൻ നാം ശ്രമിച്ചാൽ പോലും തീരുകയില്ല. അത്രമാത്രം സുവിശേഷങ്ങളാണ് വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായ ചിലത് മാത്രം അനുഭവിച്ചവരുടെ, ആ സുവിശേഷങ്ങൾ ആസ്വദിച്ചവരുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഓതിവെച്ച വചനത്തിൽ അള്ളാഹു അത്തരത്തിലുള്ള ഏറ്റവും നല്ല ഒരു സുവിശേഷമാണ് അറിയിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. തീർച്ചയായും വിശ്വസിക്കുകയും വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവർ സയജഅലു ലഹുമുർ റഹ്മാൻ, പരമകാരുണികൻ അവർക്ക് നിശ്ചയിച്ചിരിക്കുന്നു വുദ്ദ, വുദ് എന്ന സുവിശേഷം. വുദ് എന്നത് അറബി ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിന് പറയുന്ന പേരാണ്. സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. തത്തുല്യമായ ഒരു പരിഭാഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആ വേർഡിനില്ല. അറബി ഭാഷയുടെ നമ്മൾ നേരത്തെ പലപ്പോഴും വിശദീകരിച്ചതാണ്. അറബി ഭാഷയെ ഉൾക്കൊള്ളാവുന്ന മറ്റൊരു ഭാഷ ലോകത്തില്ല. അത് ആ ഭാഷയുടെ ഒരു സവിശേഷതയാണ്. അതിൽപ്പെട്ട ഒരു പദമാണ് വുദ് എന്നത്. വുദ് എന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും പാരമ്യതയാണ്. അതിനപ്പുറത്തൊരു സ്നേഹമില്ല. അതാണ് വുദ്. ഈ പദം വളരെ കുറച്ച് മാത്രമേ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. അതിലൊന്നാമത്തെ പ്രയോഗം അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നിടത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. എൻ്റെ റബ്ബിനെക്കുറിച്ച് പറയുന്നത് എൻ്റെ റബ്ബ് റഹീമാണ്, വദൂദാണ്. വദൂദ് എന്ന് പറഞ്ഞാൽ ഈ വുദ്ദുള്ളവൻ, ഈ സ്നേഹമുള്ളവൻ. അള്ളാഹുവിനെക്കുറിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഒരു സ്ഥലത്ത് ആ പദം പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനെക്കുറിച്ച് കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഉപയോഗിച്ചത് നമുക്കത് ആ സ്നേഹം എത്രയാണെന്ന് മനസ്സിലാകാൻ നബി തിരുമേനിയുടെ ആ പദം നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ വർണ്ണിച്ചു. നിങ്ങൾ ആരെ വിവാഹം ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തസവ്വജു അൽ വദൂദ്, അൽ വലൂദ്, വദൂദ്. വിവാഹം ചെയ്യുന്ന സ്ത്രീക്കുണ്ടായിരിക്കേണ്ട സവിശേഷതയാണെന്ത്? വദൂദ്. ആരെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്? നിങ്ങളെ പരമമായി സ്നേഹിക്കാൻ സാധിക്കുന്ന സ്ത്രീയെ ആയിരിക്കണം.
ഞാൻ ഈ പദം അങ്ങനെ വിശദീകരിച്ചത് നമുക്ക് അള്ളാഹു നൽകുന്ന സുവിശേഷം എന്ത് എന്നറിയാനാണ്. അള്ളാഹു നൽകുന്നത് അവൻ്റെ ഏറ്റവും പരമമായ സ്നേഹമാണ്. ആ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. അള്ളാഹുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്, കൊതിക്കുന്നത് അതാണ്, അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. ആ സ്നേഹം ലഭിച്ചവനായിരുന്നു ഖലീലുള്ളയായത്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു ഖലീലാക്കിയ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഖലീൽ എന്നത് അതാണ്. സാധാരണ ഫ്രണ്ട്ഷിപ്പല്ല ഹില്ലത്തെന്ന് പറയുന്നത്. അത് ഏറ്റവും കടുപ്പമുള്ള ബന്ധമാണ്. അത് ആ സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ആ കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ സ്നേഹമാണ്. തുല്യതയില്ലാത്ത സ്നേഹം, പകരം വെക്കാനില്ലാത്ത സ്നേഹം. അതാണ് ഒന്നാമത്തെ വിഷയം. ഇത് തന്നെ ഒരുപാട് സ്ഥലത്ത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എന്താണ് അള്ളാഹുവിൻ്റെ സ്നേഹമെന്ന് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ് ഓരോ ദിവസവും. അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ തന്നെ ഭാഷ, അള്ളാഹുവിൻ്റെ സ്നേഹമറിയാൻ നാം ചെയ്യേണ്ടത് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ കാണുന്നില്ലേ? എന്ത് കാണുന്നില്ലേന്നാ? അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ലക്ഷണം നമ്മൾ കാണുന്നില്ലേ? എന്തുമാത്രം സ്നേഹമാണ് അള്ളാഹു നൽകുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും നിസ്സാരമെന്ന് നാം വിചാരിക്കുന്ന, ഗൗരവമുള്ളതൊക്കെ പോട്ടെ, നിസ്സാരമെന്ന് വിചാരിക്കുന്ന ഒരവയവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്കറിയാം അതിൻ്റെ അള്ളാഹു സ്നേഹിച്ചതിൻ്റെ രീതി എത്രയാണ്. അതാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. എങ്ങനെയാണ് അള്ളാഹു? നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ ഭാഷ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും പെർഫെക്റ്റായ രീതിയിലാണ്. ആർക്കും പറയാൻ സാധ്യമല്ല മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത് എന്നാരും പറഞ്ഞിട്ടില്ല ഇതുവരെ. മനുഷ്യൻ്റെ വായ ഇങ്ങനെ മനോഹരമായ 2 ചുണ്ടുകൾ കൊണ്ട് തുടങ്ങണം, അങ്ങനെയല്ല അത് വേണ്ടിയിരുന്നത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ മൂക്കിൻ്റെ ദ്വാരമുണ്ടാകേണ്ടത് ഇവിടെയല്ല, കുറച്ചുകൂടി എൻ്റെ പൊസിഷൻ മാറേണ്ടതായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് സ്നേഹത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി. രണ്ടാമത്തൊരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിട്ട്, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വചനം, നഹ്നു ഔലിയാഉക്കും. നാം അഥവാ അള്ളാഹുവാണ് നാം. നിങ്ങളുടെ ഔലിയാഉക്കും. വലിയ എന്താണ് വലിയ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. സാധാരണ നമ്മൾ നിക്കാഹിന് വലിയ വേണം എന്ന് പറയാറുണ്ട്. വലിയ എന്താ? വലിയ സംരക്ഷകനാണ്. വലിയുണ്ടെങ്കിൽ നിക്കാഹ് നടക്കുള്ളൂ. വലിയ സംരക്ഷണമാണ് വിലായത്തെന്ന് പറയുന്നത്. ആ സംരക്ഷണം നൽകുന്നവനാണ് വലിയ. അള്ളാഹു നമ്മളോട് പറയുകയാണ്, നാം ആണ് നിങ്ങളുടെ സംരക്ഷകൻ. നഹ്നു ഔലിയാഉക്കും. എവിടെയൊക്കെ? ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. ആഖിറത്തിൽ മാത്രമല്ല. നമ്മൾ വിചാരിച്ചത് അള്ളാഹുവിൻ്റെ സെക്യൂരിറ്റി നമുക്ക് ലഭിക്കുക ആഖിറത്തിലാണ്. അല്ല, ഫിൽ ഹയാത്തി ദുനിയാ. നമുക്കൊക്കെ അനുഭവമല്ലേ എത്രയെത്ര സന്ദർഭങ്ങളിൽ നമ്മളറിയാതെ, നാം വിചാരിക്കാത്ത രൂപത്തിൽ, വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന്
നമ്മുടെ പ്ലാനില്ലാതെ അള്ളാഹു നമ്മളെ സംരക്ഷിച്ചത്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. പരലോകത്തേതാലും അവിടെ വേറെ ആർക്കും പറയാനില്ലല്ലോ, അള്ളാഹു മാത്രമാണ്. മാലിക് യൗമിദ്ദീൻ അള്ളാഹു മാത്രമാണ്, അത് പറയേണ്ടതില്ല. എന്നാൽ ദുനിയാവിൽ അത് സുവിശേഷമാണ്. നമ്മൾ വേറെ ഒരു വലിയനെ തേടി പോകേണ്ടതില്ല, ഒരു സംരക്ഷകൻ വേറെ വേണം എന്ന് നാം ആഗ്രഹിക്കേണ്ടതില്ല, നാം അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അത്തരമൊരു ചർച്ചക്ക് പോലും പ്രസക്തിയില്ല. കാര്യം എന്താ? നഹ്നു ഔലിയാഉക്കും. പിന്നെന്തിനാ നിങ്ങൾ പോണ്? ഞാൻ ഏറ്റെടുത്തു നിൻ്റെ കാര്യം എന്ന് എൻ്റെ ബോസ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ജോലിക്ക് പോകേണ്ടി വരും. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ജോലി മാറാൻ പോവാം. എന്താ കാര്യം? എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത്ര പോരാ. ബോസ് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു നിങ്ങളെ കാര്യം. നഹ്നു ഔലിയ. പിന്നെ നമ്മൾ വേറെ നോക്കണോ? പിന്നെ വേറൊരു ജോലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, വേറെ ഒരു പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് ഉപമ പറഞ്ഞുകൂടാ, പക്ഷെ ഞാനത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. നഹ്നു ഔലിയാഉക്കും എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തിനാ വേറൊരു വഴി തേടുന്നത്? എനിക്കൊരു പ്രശ്നം വന്നു, തേടാൻ നമ്മൾ പാടില്ല, അത് നന്ദി കേടാ. കാരണം ഇത്ര തുറന്നാണ് അള്ളാഹുവിൻ്റെ സംസാരം. സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ തുറന്നു പറഞ്ഞത്. സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന സുവിശേഷത്തിലെ പരമപ്രധാനമായ രണ്ടാമത്തെ വിഷയം അതാണ്. അള്ളാഹുവിൻ്റെ സെക്യൂരിറ്റി. എത്രയെത്ര സ്ഥലങ്ങളിലാണ്, എത്രയെത്ര സംഭവങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് മാത്രം വന്നു നോക്കൂ, നമുക്കറിയാം. അത് നമുക്കറിയുന്ന കഥയാണല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം. നമുക്കറിയാം തീ എന്നതിൻ്റെ പ്രകൃതിയായുള്ള സ്വഭാവം എന്ന്. തീ കരിക്കാനുള്ളതാണ്. അതുവരെ തീക്കുള്ള ഗുണം അതാണ്, കരിക്കുക എന്നതാണ്. തീ എന്നതിനെ അള്ളാഹു പ്രോഗ്രാം ചെയ്തപ്പോൾ അതിൽ സംവിധാനിച്ച രീതി അത് കരിച്ചു കളയാനുള്ളതാണ്. പക്ഷേ ഇബ്രാഹീമിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ തോന്നുന്നില്ലല്ലോ. നമ്മളാരും ഇതുവരെ പറഞ്ഞിട്ടില്ല ആ ഇബ്രാഹീമിനെ കരിക്കാൻ വേണ്ടി അവരേർപ്പെടുത്തിയ തീക്കുണ്ടാരം അള്ളാഹു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന റബ്ബിൻ്റെ കൽപ്പന കൊണ്ട് അത് ഇബ്രാഹിമിന് ഏറ്റവും സ്വസ്ഥമായ സുഖസമ്പൂർണമായ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുന്നത് പോലെ 50ഓളം ദിവസം ഇബ്രാഹിം ആ തീക്കുണ്ടാരത്തിൽ ജീവിച്ചു. എവിടുന്നാണത് കിട്ടിയത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമല്ല. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു രംഗം അതാണ്. അനേകം നമ്മൾ അറിയണം, മാസങ്ങളോളം ആ തീയിലിട്ട് ഇബ്രാഹീമിനെ കരിച്ച് 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 കളയണമെന്നതുകൊണ്ടാണ് ഒരു മഹാതീക്കുണ്ടാരമാണ് ഒരുക്കി. മാസങ്ങളോളം പണിയെടുത്താണത് പണി കഴിപ്പിച്ചത്. അതിലേക്ക് വിറകുകൾ നേർച്ച നേരുകയായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങൾ. പ്രശ്നങ്ങൾ തീരാൻ ഇബ്രാഹീമിനെ കരിക്കാനുള്ള തീക്കുണ്ടാരത്തിലേക്ക് നേർച്ച നേർന്ന് പണിയെടുത്ത് ഉണ്ടാക്കിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു, അത്ര ശക്തമായിരുന്നു അതിൻ്റെ ചൂട്. നമുക്കറിയാം ഇബ്രാഹീമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ഒരു കവണയിൽ വെച്ച് എറിയുകയായിരുന്നു, ഇത്ര ശക്തമായ. പക്ഷെ അവിടെയാണ് ഈ അള്ളാഹുവിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൽ നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ചരിത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ ഖാലഹാ ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ. ആ വാക്കാദ്യം പറഞ്ഞതാരാ? മുഹമ്മദ് നബി അല്ല, വിശുദ്ധ ഖുർആൻ അല്ല. ഹസ്ബുനല്ലാഹ് വനിഅമൽ, എനിക്ക് അല്ലാഹ് മതി. അത്രമാത്രം സെക്യൂരിറ്റി ലഭിക്കുന്ന വേറെ കേന്ദ്രമില്ല. എൻ്റെ വിഷയം ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കാൻ അത്രമാത്രം ശക്തിയുള്ള മറ്റാരുമില്ല.
നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. എന്ത് മനോഹരമാണ് ആ ചരിത്രം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, അൽ ബിദായത്തു വൻ നിഹായ, തുടക്കവും ഒടുക്കവും എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഒരുപാട് വോള്യൂംസ് ഉള്ള ചരിത്ര ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിമിനന്ന് പിതാവുണ്ട്, മാതാവുണ്ട്. മാതാവും പിതാവും ഇബ്രാഹിമിനെ ചുട്ടുകരിക്കുന്നത് കാണാൻ ആ തീക്കുണ്ടാരത്തിന് ചുറ്റും ഒരുമിച്ച് കൂടി ഇവരുടെ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം ഇബ്രാഹിമിൻ്റെ പിതാവും ഇബ്രാഹിം തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു. പക്ഷേ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം ഒരു 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 വളരെ സമാധാനത്തോടുകൂടി ഒരു കസേരയിലിരിക്കുന്നത് പോലെ ഇബ്രാഹിം ഇരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം അത്ഭുതം തോന്നിയത് ഇബ്രാഹിമിൻ്റെ മാതാവിനായിരുന്നു. ആലോചിച്ച് നോക്കൂ ആ സംഭവം. ഇബ്രാഹിമിൻ്റെ ഇരുത്തം 3 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് ആഗ്രഹിച്ചു പോയി, എനിക്ക് ഇബ്രാഹിമിനെ ചെന്നൊന്ന് ഉമ്മ വെക്കണമെന്ന്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സംഭവമാണ്. അതിലെ ശരിയും തെറ്റുമല്ല ഞാൻ പറയുന്നത്, ആ വിഷയം മനസ്സിലാക്കാൻ. പക്ഷേ ഈ തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും ഇബ്രാഹിമിൻ്റെ മാതാവിന് സാധിക്കുമായിരുന്നില്ല. അത്ര കഠിനമായിരുന്നു അതിൻ്റെ. എന്നിട്ട് പോലും അവിടെയാണ് നഹ്നു ഔലിയ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, ജീവിതത്തിൽ ഏതു തരത്തിലുള്ള എത്ര തീക്ഷ്ണമായ പ്രതിസന്ധിയായാലും ആ പ്രതിസന്ധികൾ തന്ന റബ്ബിനെ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഏൽപ്പിക്കുക എന്ന ഒരൊറ്റ പ്രയോഗം മാത്രമാണ് നാം നിർവഹിക്കേണ്ടത്. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് വേറെ നാം ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, മറ്റൊരു ചിന്ത പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മുടെ തലയിലേക്ക് കയറി വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ റബ്ബിനെ കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലായില്ല. അങ്ങനെയല്ല നാം വിചാരിക്കേണ്ടത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല അല്ലാഹുവിൻ്റെ സുവിശേഷം ആ ഭാഷയിൽ തന്നെ പറയുന്നു, ലഹുമുൽ ബുഷ്റ. അതാണ് 3-ാമത്തെ രംഗം. ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ലഹും അൽ ബുഷ്റ. ലഹും എന്ന് പറഞ്ഞാൽ ആരാ? വിശ്വാസികൾ. അവർക്ക് ബുഷ്റ മാത്രമേ ഉള്ളൂ. ബുഷ്റ സുവിശേഷമാണ്. എവിടെയൊക്കെ? ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഏതെങ്കിലും നമുക്ക് ഒരു ബാഡ് ന്യൂസാണ് എന്ന് തോന്നുന്നത് പോലും നമ്മുടെ വിശ്വാസം വെച്ച് നാം അതിനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് സുവിശേഷമായി മാറും, ഗുഡ് ന്യൂസായി മാറും. അതാണ് വിശ്വാസിയുടെ സവിശേഷത. അതാണ് ലഹുമുൽ ബുഷ്റ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏതാണ് ദുനിയാവിൽ അല്ലാഹു നൽകുന്ന ബുഷ്റകൾ, സുവിശേഷങ്ങൾ? നമ്മളൊക്കെ അനുഭവിക്കാറുള്ള ചിലതുണ്ട്. അത് ഞാൻ എണ്ണി പറയുകയല്ല, പക്ഷെ നാം നമ്മുടെ മനസ്സിലൊക്കെ നമ്മുടെ അനുഭവങ്ങളായി വരുന്ന ചിലതുണ്ട്. അതിലൊന്നാമത്തേത് കാണുന്ന, നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള സ്വപ്നങ്ങളാണ്. എന്താണ് സ്വപ്നം? ഞാൻ സ്വപ്നത്തെ നിർവചിക്കുകയല്ല, അതിൻ്റെ ഒരു സമയവുമല്ല ഇപ്പോൾ. പക്ഷെ സ്വപ്നമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നാരും പറയരുത്. സ്വപ്നമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നിർവചനങ്ങൾക്കതീതമായ, നമ്മുടെ ഗവേഷണങ്ങൾക്ക് പിടികിട്ടാത്ത ഒരു പ്രതിഭാസമാണ് സ്വപ്നം. ആണ്. കാരണം എനിക്കോ നിങ്ങൾക്കോ സ്വപ്നം കാണണമെന്ന് വിചാരിച്ചാൽ നമ്മളാരും സ്വപ്നം കാണാറില്ല. കാണൂല. ഞാൻ നിങ്ങളും കാണണമെന്ന് വിചാരിച്ച് ഉറങ്ങിപ്പോയി നോക്കുക. ഉറങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് സ്വപ്നം കണ്ടുറങ്ങണം, കാണൂല. കാരണം അത് നമ്മുടെ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ഒരു ബാലൻസിങ് സിസ്റ്റത്തിൽ വരുന്നതല്ല എന്ത് സ്വപ്നമെന്ന് പറയും. എന്നാൽ എന്താണ് സ്വപ്നം? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഒരധ്യായമുണ്ട്, സ്വപ്നത്തെക്കുറിച്ചുള്ളൊരധ്യായം.
ഇവിടെ സുവിശേഷവും സ്വപ്നവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു, നല്ല സ്വപ്നങ്ങൾ, നന്മയിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ടാകും, നിങ്ങളുടെ മനസ്സിന് ഊർജം നൽകുന്ന സ്വപ്നങ്ങളുണ്ടാകും, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങൾ തിൽക ആജിലു ബുഷ്റ അൽ മുഅ്മിൻ, തിൽക ആജിലു ബുഷ്റ അൽ മുഅ്മിൻ. വിശ്വാസിക്ക് നേരത്തെ തന്നെ ലഭിക്കുന്ന സുവിശേഷമാകുന്നു അത്. ആജിലു ബുഷ്റ, അതൊരനുഭവമാണ്, അള്ളാഹു നൽകുന്ന ഒരനുഭവം. അത് വിശ്വാസിക്ക് നൽകുന്ന ഒരു സമാധാനമാണ്. പലപ്പോഴും നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകുമ്പോൾ സ്വപ്നങ്ങളുടെ അതേ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് മനുഷ്യൻ്റെ തോന്നലുകൾ. തോന്നലുകൾ രണ്ട് വിധമുണ്ട്. ഇസ്ലാമിക തത്വശാസ്ത്രം തോന്നലുകളെ രണ്ടായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് വെറും ചില തോന്നലുകളാണ്. അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് ഊർജം നൽകുന്ന, നന്മ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പവർ നൽകുന്ന ചില തോന്നലുകളുണ്ട്. എവിടെ നിന്നാണത് വന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഏതെങ്കിലും കൗൺസിലിംഗ് സെൻ്ററിൽ പോയിരുന്നത് കൊണ്ട് വന്നതാണോ? ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ നൽകിയ ക്ലാസ്സിൽ നിന്ന് വന്നതാണോ? ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിന്തുണയില്ലാത്ത ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. മനസ്സുമായി ബന്ധപ്പെട്ട, മാനസികമായ, മനുഷ്യന് ഊർജം നൽകുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് ആ മാനസികമായ ഊർജം കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ രോഗങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ്. എത്ര ശരീരശാസ്ത്രജ്ഞരത് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഡോക്ടർ പറയേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഒന്നുണ്ട്. എങ്ങനെ? തോന്നലുകൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അറബി ഭാഷാ പണ്ഡിതന്മാർ ഇൽഹാം എന്നതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇൽഹാം, എന്തിനു വേണ്ടിയുള്ള തോന്നൽ? അതാണ് നമ്മുടെ വിഷയം. ഒന്നാമത്തെ തോന്നലുകളിൽ ചില പാഴ്ത്തോന്നലുകളുണ്ട്. വെറുതെ എനിക്ക് ചിലത് തോന്നുക, അടിസ്ഥാനമൊന്നുമില്ല, വെറുതെ അങ്ങനെ തോന്നുക. ആ തോന്നലുകളെ നാം അവഗണിക്കണം. ഇസ്ലാം പഠിപ്പിച്ചത് അതാണ്. നിങ്ങളൊരു സൽക്കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിങ്ങളെ തടയാൻ വേണ്ടിയുള്ള ചില തോന്നലുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നുവെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ വലതുഭാഗത്തേക്ക് തുപ്പണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അതൊക്കെ ഒരു സിമ്പല, അടയാളമാണ്. വലതുഭാഗത്തേക്കല്ല, ഇടതുഭാഗത്തേക്ക് തുപ്പണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അതൊരടയാളമാണ്. ഒരു തിന്മയാണ് ആ തോന്നൽ. അതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അതിനെ നിരാകരിക്കുകയാണ്. നേരെ മറിച്ച് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന തോന്നലുകളുണ്ട്. എവിടുന്നാണ് ആ തോന്നലുകൾ വന്നത്? നമുക്കാർക്കെങ്കിലും വിശദീകരിക്കാൻ പറ്റുമോ എവിടുന്ന് വന്നു? പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അത് ബുഷ്റയാണ്, സുവിശേഷമാണ്. സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന സുവിശേഷങ്ങൾ. രണ്ടിനും പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സ്വപ്നമാണ്. അനേകം സ്വപ്നങ്ങൾ. പ്രവാചകന്മാരുടെ രീതിശാസ്ത്രം, വഹ്യ് അഥവാ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ബോധനം, ആ ബോധനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സ്വപ്നം. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പോലല്ല, അത് യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തേത് ഞാൻ സൂചിപ്പിച്ചത് ഇൽഹാമുകൾ അഥവാ തോന്നലുകളാണ്. ഈ തോന്നലുകൾ തന്നെയാണ് പ്രവാചകന്മാരെ പിടിച്ചു നിർത്തിയത്. അങ്ങനെയാണ് നമ്മളറിയണം. പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു. ചുറ്റുഭാഗം സാഹചര്യം മുഴുവൻ എതിരായിരുന്നു. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം അതാണ്. സാഹചര്യം മുഴുവൻ എതിരായിരുന്നു. എന്നിട്ടും സാഹചര്യം മുഴുവൻ എതിരായിട്ട് പോലും അവർ പിടിച്ചു നിന്നു. അല്ല, അള്ളാഹു അവരെ പിടിച്ചു നിർത്തി. എങ്ങനെ പിടിച്ചു നിർത്തിയത്? ഈ തരത്തിലുള്ള എനർജി അവർക്ക് നൽകി പിടിച്ചു നിർത്തിയതാണ്.
വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് പോലും നമുക്ക് കാണാം എന്തിനാണ് വിശുദ്ധ ഖുർആൻ വേണമെങ്കിൽ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ ക്രോഡീകരിച്ച് വെച്ച വിശുദ്ധ ഖുർആൻ ഒരൊറ്റ നിമിഷം കൊണ്ട് മുഹമ്മദ് നബിക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ കൊടുത്തിട്ടില്ല. 23 വർഷം നിരന്തരമായ 23 വർഷം കൊണ്ടാണ് ഖുർആൻ കൊടുത്തത്. എന്താ കാരണം? എന്തിനായിരുന്നു അത്? നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനായിരുന്നു അത്? യഥാർത്ഥത്തിൽ റസൂലിന് ഒരു സ്റ്റെബിലിറ്റി നൽകാനായിരുന്നു. റസൂൽ പതറാൻ പാടില്ല. നബി പതറിക്കൂടാ. പതറാതിരിക്കണമെങ്കിൽ നിരന്തരമായ സുവിശേഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. നിരന്തരമായ സുവിശേഷങ്ങൾ. എങ്ങനെയാണ് സുവിശേഷങ്ങൾ നൽകിയത്? ഖുർആൻ നിങ്ങൾ പഠിച്ചു നോക്കൂ. ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമൂഹങ്ങളുടെ ചരിത്രം. ഈ ചരിത്രം എന്തിനു പറഞ്ഞതാ? ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ലല്ലോ. ഖുർആൻ്റെ ഉദ്ദേശം ഒരു ചരിത്രാഖ്യായകമല്ലല്ലോ. പിന്നെ എന്തിനു പറഞ്ഞു? ഇതിനു വേണ്ടി പറഞ്ഞതാ. സുവിശേഷമായിരുന്നു ആ ചരിത്രം. ഓരോ ചരിത്രവും അങ്ങനെയാണ്. ഓരോ ചരിത്രവും അവസാനിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിലൂടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം പ്രവാചകന്മാരുടെ ചരിത്രം വായിച്ചാൽ ഒരിക്കലും മുസ്ലിം പതറിപ്പോവില്ല. മുസ്ലിമിന് തോന്നി ഇന്നത്തെ മുസ്ലിമീങ്ങളും ഇന്നത്തെ മുസ്ലിങ്ങളുടെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇന്നത്തെ മുസ്ലിങ്ങളുടെ ചരിത്രം കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ നമ്മൾ പതറിപ്പോവും. ഇനി എന്താ കാര്യം എന്ന് ചോദിക്കും. ഫലസ്തീനിൽ അങ്ങനെ, മറ്റിടത്ത് ഇങ്ങനെ, അവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, എല്ലായിടത്തും പ്രശ്നം. എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കൂ. കാരണം പ്രവാചകന്മാരുടെ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രം. പക്ഷെ പലപ്പോഴും വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുന്നില്ല എന്നത് എന്തോ അറിയില്ല എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു. ലോക ചരിത്രം പഠിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ എവിടുന്നാണ് തുടങ്ങേണ്ടത്? ലോകത്തിൻ്റെ ചരിത്രം എവിടുന്നാണ് തുടങ്ങേണ്ടത്? നമ്മൾ ചിന്തിച്ചു നോക്കൂ. കേരളത്തിൻ്റെ ചരിത്രം ഇന്നും കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്ന സോഷ്യൽ സ്റ്റഡീസുകളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കേരളത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ പറയുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്നാണ്. ആണോ? ഒരാൾ മഴുവെറിഞ്ഞാൽ കേരളം ഉണ്ടാവും? എന്തൊരു വിരോധാഭാസങ്ങൾ ആലോചിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രമെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ മനുഷ്യൻ ആദമാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അല്ലാതെ ആരും വേറെ സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദമിൻ്റെ ചരിത്രമില്ലാതെ ലോകത്തിൻ്റെ ചരിത്രമുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയിൽ ആദമിൻ്റെ ചരിത്രമില്ല, ലോകത്തിൻ്റെ ചരിത്രമില്ല. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കാത്ത, അള്ളാഹു വിശദീകരിച്ചു കൊടുക്കാത്ത ഒരു ലോകത്തിൻ്റെ ചരിത്രം മനുഷ്യന് കണ്ടെത്താൻ സാധ്യമല്ല. ഏത് തരം ചരിത്രാവശിഷ്ടങ്ങളിൽ നിന്നായാൽ പോലും. ഇപ്പോഴും മനുഷ്യൻ എന്തേ കഴിയുന്നുള്ളൂ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴും മനുഷ്യൻ എന്തേ കഴിയുന്നുള്ളൂ? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അവസാനത്തെ സമൂഹമായ മുഹമ്മദ് നബിയുടെ സമൂഹത്തിന് പറഞ്ഞുകൊടുത്ത ചരിത്രത്തിന് പ്രൂഫ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുള്ളൂ. അല്ലേ? ഇന്നത്തെ നമ്മുടെ ഏതെങ്കിലും ശിലാഫലകങ്ങൾ നമുക്ക് കിട്ടിയാൽ അതിൽ നമ്മൾ എന്താ പറയുന്നത്? ഇത് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ ചരിത്രം ഈ ശിലാഫലകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുവെന്ന്. അല്ലേ? ജൂതി പർവ്വതത്തിലാണല്ലോ നൂഹിൻ്റെ പേടകം ചെന്ന് അവസാനം നിന്നത്. അല്ലേ? ജൂതി പർവ്വതത്തിൽ നിന്ന് അവസാനം കിട്ടിയ പലക കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ചരിത്രം പറഞ്ഞത് നമ്മളോട്, നമ്മുടെ ചരിത്ര ശാസ്ത്രജ്ഞർ പറഞ്ഞത്, ഇതാ നൂഹിൻ്റെ പേടകത്തിൻ്റെ ഒരു കഷ്ണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. എന്താ ചെയ്യണത്? ഖുർആൻ പറഞ്ഞ ചരിത്രത്തിന് പ്രൂഫ് കൊണ്ടുവരാനേ കഴിയുന്നുള്ളൂ. സോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതാണ് ചരിത്രം. പ്രവാചകന്മാരുടെ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രം. എന്തിനായിരുന്നു ആ ചരിത്രം? കേവലം ചരിത്ര ഗ്രന്ഥമായതുകൊണ്ടല്ല, മറിച്ച് നബിയെ ബൂസ്റ്റ് ചെയ്യാനാ. അതാണ് സുവിശേഷം. വിശ്വാസികൾ അറിയണം, നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കേണ്ടത് അതാണ്. ഖുർആനിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ഒരു പോസിറ്റീവ് എനർജിയാണ്. മുസ്ലിമായി ജീവിക്കാൻ, തൻ്റെ ഇടത്തോടുകൂടി ജീവിക്കാൻ, അന്തസ്സോടുകൂടി ജീവിക്കാൻ. ഇസ്ലാം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഒരു തരം മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നാം എത്തേണ്ടത്. നമ്മളിപ്പോൾ കഴിഞ്ഞ 29-ന് ഹിന്ദു പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നു.
ബാംഗ്ലൂരിലുള്ള ഒരു മുസ്ലിം കോളമിസ്റ്റ് എഴുതിയതാണ്. അയാൾ മുസ്ലിമാണ്, ഹസൻ സുറൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം. അദ്ദേഹം ഇന്ന് മുസ്ലിം ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഫലസ്തീൻ, പശ്ചിമേഷ്യയിലെ, മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഇഷ്യൂസും എഴുതിയിട്ട് അവസാനം പറഞ്ഞു, ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇന്ത്യയിലെ മുസ്ലിങ്ങളും പലതരം കക്ഷികളാണ്, പലതരം. അവസാനം അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്താ പരിഹാരം? എന്താണ് പരിഹാരം? അദ്ദേഹം പറയുന്നത്, ഖുർആൻ എടുക്കുക, ഹദീസും എടുക്കുക, രണ്ടും എടുത്തു വച്ചിട്ട് അതിൽ നിന്ന് എല്ലാവർക്കും അംഗീകരിക്കാവുന്നത് മാത്രം നമ്മളിങ്ങോട്ട് വേറെ എടുക്കുക, കട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാന്നർത്ഥം. എന്നിട്ട് ഒരു പുതിയ ഗ്രന്ഥമായി അതിന് മുസ്ലിം പണ്ഡിതന്മാർ യോജിക്കണം. അത്രേ. എന്തുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, എന്താണ് ഇസ്ലാം നൽകുന്ന സുവിശേഷം, വിശ്വാസികൾക്ക് കിട്ടുന്ന ആനന്ദം എന്ന് മനസ്സിലാകാതെ പോയതാണ് പ്രശ്നം. അപ്പോൾ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കുക, നമുക്ക് സ്വപ്നവും ഇൽഹാമുകളും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സുവിശേഷം. സ്വപ്നങ്ങളെന്നും ആരും വെറുതെ തള്ളിക്കളയരുത്. അങ്ങനെ തള്ളിക്കളയേണ്ട സംഗതികളല്ല യഥാർത്ഥത്തിൽ. റസൂലുള്ളാഹിൻ്റെ വാക്കാണത്, തിൽക ആജിലു ബുശ്റ അൽ മുഅ്മിൻ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള സുവിശേഷങ്ങളിൽ പ്രധാനമാണ്. അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ സ്വപ്നം നമ്മുടെ മനസ്സിൽ പൊങ്ങി വരണം. ഇബ്രാഹിം നബി കണ്ട സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് എനർജിയാണ് ഇന്ന് കിട്ടുക, അല്ലേ? എന്താ കാരണം? സ്വന്തം മോനെ അറുക്കണമെന്നാണ് സ്വപ്നം. അതും ഏതാ മോൻ? ഏതാണ് ഈ മോൻ? വാപ്പാക്ക് വേണ്ടാത്ത മോനല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നിൽ നിന്നല്ലാതെ ജനിച്ചു എന്ന് ഞാൻ സംശയിക്കുന്ന മോനല്ല. അങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടല്ലോ. അവരെ നമ്മൾ വിഷം കൊടുത്തും ടെറസിൽ നിന്ന് ഉന്തിത്തള്ളിയിട്ടും ഒക്കെ കൊന്നുകളഞ്ഞ ചരിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ദിവസേന വായിക്കാറുണ്ട്. അങ്ങനെയൊന്നുമുള്ളൊരു മോനല്ല ഇത്. 83-ാമത്തെ വയസ്സിൽ ആറ്റാഗ്രഹിച്ച് നോമ്പ് തോറ്റുണ്ടായ ഒരു പുന്നാര മോനാണ് ആര്? ഇസ്മായിൽ. ആ ഇസ്മായിലിനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടാൽ അത് എന്ത് എനർജിയെന്ന് കിട്ടുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് എനർജി കിട്ടുക. പക്ഷേ ഇബ്രാഹിം നബിക്ക് കിട്ടിയത് അതൊരു സുവിശേഷമായിട്ടായിരുന്നു. ശക്തി കൂടുകയായിരുന്നു ഇബ്രാഹിം നബിക്ക്. ഇബ്രാഹിം നബി ആ സ്വപ്നം കണ്ട് എന്തുകൊണ്ട് ശക്തി കൂടാന്ന് ഞാൻ പറയുന്നത് അതാണ് അതിലെ തത്വശാസ്ത്രം. ഇബ്നു ഖൽദൂൻ അതിൻ്റെ തത്വശാസ്ത്രം വിവരിച്ചിട്ട് അതാണ് എൻ്റെ തത്വശാസ്ത്രം. എന്താ? ഈ സ്വപ്നം കണ്ടിട്ട് ഇബ്രാഹിം തളർന്നു പോയില്ല. നമ്മളാണെങ്കിലോ തളർന്നു പോകും, അല്ലേ? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ തന്നെ നമ്മളെന്താവും? പറ്റിയെന്ന് സ്വപ്നം കണ്ടാൽ തളർന്നു പോകും, പേടിച്ചു പോകും, നമ്മളൊരു ഭാഗം കുഴഞ്ഞു പോകും. ഇതങ്ങനെയല്ല, ഇത് ശക്തി കൂടുകയാണ്. ഇബ്രാഹിം അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഫലസ്തീനിൽ നിന്ന് കാതങ്ങളകലെയുള്ള കിലോമീറ്ററുകളെ അകലെയുള്ള തൻ്റെ മോനും ഈ മോൻ്റെ ഉമ്മയും താമസിക്കുന്ന പ്രദേശത്തേക്ക് ഇബ്രാഹിം യാത്ര ചെയ്യുകയാണ്. എത്ര ദിവസം യാത്ര ചെയ്തിട്ടുണ്ടാവും? ആ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇബ്രാഹിം എന്ന മനുഷ്യൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കണത് പേടിച്ച് അവശനായ ഒരു മനുഷ്യൻ്റെ അല്ലേ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം എത്തൂലായിരുന്നു. അതിവേഗതയിലാണ് ഫലസ്തീനിൽ നിന്ന് ഇബ്രാഹിം മക്കയിലെത്തുന്നത്. എത്തൂലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, പ്രയാസങ്ങൾ വരുമ്പോൾ സ്പീഡ് കിട്ടൂല, ഡ്രൈവ് ചെയ്യാൻ കഴിയില്ലല്ലോ, പേടിച്ചുപോലെ, വിറച്ചുപോലെ. ഒന്നും സംഭവിച്ചില്ല. ഇബ്രാഹിം അവിടെ എത്തിയെന്ന് മാത്രമല്ല, ഈ കുട്ടിയെ അതുവരെ പോറ്റി വളർത്തിയ ഇബ്രാഹിം അവിടെ ഇട്ടേച്ച് പോകുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാലോ. അതുവരെ പോറ്റി വളർത്തിയ ഈ കുട്ടിയുടെ ഉമ്മയോട് വിഷയം പറയുന്നു. അവിടെ നിങ്ങൾ നോക്കൂ, അതിലാ ഒരു മനോഹരമായ വശം. എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഉമ്മ ബോധം കെട്ട് വീണിട്ടില്ല. വീണോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. കാരണം അവർക്കൊക്കെ അതിൽ നിന്ന് കിട്ടിയത് പോസിറ്റീവ് എനർജിയാണ്. ഇനി അത് കഴിഞ്ഞു. മൂന്നാമത്തെ ഊഴമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊഴം. ഈ കുഞ്ഞുമോനെ വിളിച്ചത് പറയണം. കുഞ്ഞുമോനെ വിളിച്ച് ഈ ഉപ്പ പറയുന്ന വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പറയുക എന്നത്, സംസാരം എന്നത് ഒരു പ്രവർത്തനമാണല്ലോ. നമ്മൾ പലരോടും സംസാരിക്കാറുണ്ട്. സംസാരത്തിൽ നിന്ന് പലതും നമുക്ക് കിട്ടും.
പക്ഷേ ഈ കുഞ്ഞിനോട് ഉപ്പയ്ക്ക് ഇത് പറയാൻ സാധിക്കുന്ന ഒരു മാനസിക നിലയെക്കുറിച്ച് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ, ആലോചിക്കേണ്ടതാണ് അല്ലേ? മക്കളോട് നമ്മൾ പലതും പലപ്പോഴും പറയാറുണ്ട് അല്ലേ? എന്നാൽ ഇങ്ങനത്തെ ഒന്ന് പറയേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടോ? അതും ഒരു സ്വപ്നത്തിൽ നിന്നുണ്ടായ ഒരു അവസ്ഥയുടെ ഭാഗമായി. പക്ഷേ പിതാവ് സങ്കോചമില്ലാതെ, വിറയലുകളില്ലാതെ, പ്രതിബന്ധമില്ലാതെ, പ്രയാസമില്ലാതെ മോനോട് വിഷയം പറയുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. മോൻ പതറിയോ? ഇല്ല. ഒളിച്ചോടിയോ? നാട് വിട്ടോ? പറ്റൂല എന്ന് പറഞ്ഞോ? ഇല്ല. എടാ തൻ്റെ ഇത്ര കാലം ഇവിടെ ഇട്ടേച്ച് പോയിട്ട് ഇപ്പം വന്ന് കണ്ട് എന്നെ കൊല്ലണം എന്നാലേ പറഞ്ഞോ? പറഞ്ഞില്ല. അതൊരു ചരിത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം, അവിടെ അവർക്കൊക്കെ കിട്ടിയത്, അവർക്കത് ഫീൽ ചെയ്തതൊരു സുവിശേഷമായിട്ടായിരുന്നു. എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന തത്വശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്ന്. എനിക്കും അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് ഇതൊരു സുവിശേഷമായി മാറുക? ഞാനൊരു ഹദീസിലേക്ക് വരികയാണ്, അതിനാണ് ഇന്നത് പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, എൻ്റെ ശരീരത്തെ വേദനിപ്പിക്കുന്ന, എന്നെ പിടിച്ചു കെട്ടാൻ മാത്രം ശക്തിയുള്ള, എന്നെ തകർക്കാൻ സാധിക്കുന്ന ഒരു പ്രയാസം എനിക്ക് വന്നാൽ എങ്ങനെയാണത് എനിക്ക് സുവിശേഷമാവുക? നോക്കൂ നിങ്ങൾ ആ കുട്ടിയുടെ ചരിത്രത്തിലേക്ക്. ആ കുട്ടി വാപ്പയുടെ മുമ്പിൽ നിൽക്കുന്നു. വാപ്പയെ കുട്ടി വിളിച്ചത് യാ അബത്തി എന്നാണ്. അറബി ഭാഷയെ അറിയുന്നവർക്കറിയാം, ഒരു സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ അതിലപ്പുറം ഒരു പദം പിതാവിനെ വിളിക്കാനില്ല. യാ അബത്തി, എൻ്റെ പൊന്നുപ്പ, എൻ്റെ പൊന്നുപ്പ. അന്ന് 3 കാരക്കയും കുറച്ച് വെള്ളവും വെച്ച് പോയവനാണ് ഈ ഉപ്പ. പിന്നെ ഇപ്പോഴാണ് തിരിച്ചു വരണേ, എന്തിന്? കത്തിയും കൊണ്ട് അറക്കാൻ. ആ ഉപ്പയെ മോൻ വിളിക്കുന്നത് യാ അബത്തി, എൻ്റെ പൊന്നുപ്പ. അവിടെ കിട്ടിയത് എന്തായിരുന്നാലും സുവിശേഷമാണ്. അവരനുഭവിച്ചത് സുവിശേഷമാണ്. നമുക്കും അത് അനുഭവിക്കാനാവും. പ്രത്യക്ഷത്തിൽ നമുക്കൊക്കെ പലപ്പോഴും പ്രയാസമാണെന്ന് തോന്നുന്നത് നമുക്ക് ഒരു സുവിശേഷമായി, സന്തോഷമായി അനുഭവിക്കുന്ന അവസ്ഥ വരും. നമുക്കും വിശ്വാസമാണ് അവിടെ പ്രധാനം. ഇഫ്അൽ മാ തുഅ്മർ. ആ കുട്ടിയുടെ വാക്ക് പോലും എത്ര രസകരമാണെന്നോ. അവിടേക്ക് അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തോ എന്നല്ല ഇതിൻ്റെ അർത്ഥം. പിതാവേ താങ്കൾ ഉദ്ദേശിച്ചത് ചെയ്തോ, താങ്കളെ മകനല്ലേ? നോ. നമ്മളൊക്കെ പലപ്പോഴും ഒരുപാട് മക്കൾ വാപ്പാരോട് പറയാറ്, നിങ്ങൾ കണ്ടമാതിരി ചെയ്തോ, നിങ്ങളതല്ലേ സ്വത്ത് അല്ലേ, നിങ്ങളുണ്ടായതുകൊണ്ടല്ലേ ഞാനുണ്ടായത്, നിങ്ങളല്ലേ എന്നെ വളർത്തിയേ? നോ. ഇഫ്അൽ മാ തുഅ്മർ, പിതാവേ കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് ചെയ്തോ. ആരാ കൽപ്പിച്ചത്? അല്ലാഹു കൽപ്പിച്ചത്. അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണം, ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നത് നഷ്ടമല്ല, അത് ചെയ്യുന്നത് കൊണ്ട് ക്ഷീണം പറ്റില്ല എന്ന ഒരു വിശ്വാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരില? ഈ കുട്ടിയിൽ, ഓടി നടക്കാൻ പ്രായമായ ഈ കൊച്ചു കുഞ്ഞിൽ. നമ്മൾ ആലോചിക്കേണ്ടതാണ്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് അങ്ങനെ ആകുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ആവുക, അത് മറ്റൊരു വിഷയമാണ്. ഇബ്രാഹിം നബിയുടെ ഈ ഒരു സംഭവത്തിന് ഒരുപാട് കോണുകളുണ്ട്. ചരിത്രത്തിൻ്റെ തത്വശാസ്ത്രം എഴുതിയ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് വായിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകും. എത്ര കോണിലൂടെയാണ് അതിനെ നോക്കിക്കണ്ടത് എന്നും. അത് വേറൊരു വിഷയമാണ്. നമ്മുടെ വിഷയം സുവിശേഷമാണല്ലോ. എങ്ങനെ ഒരു ദുര്യോഗം സുവിശേഷമായി മാറുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇമാം ഖസാലി റഹിമഹുല്ല, ഇമാം ഖസാലി അല്ല, മുഹമ്മദുൽ ഖസാലി എന്ന ഒരാധുനിക പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ഉപ്പയും മകനും തമ്മിൽ നടന്ന ഈ ഡയലോഗ്, ഈ സംഭാഷണം ഒരു കടുപ്പമുള്ള, കട്ടിയുള്ള ഒരു പർവ്വതത്തിന് സമീപം വെച്ചായിരുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അദ്ദേഹം പറയുന്നത് ആ പർവ്വതം പൊട്ടി 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 തകരുമായിരുന്നു എന്ന്. അവിടെയാണ് വിശ്വാസിയും പർവ്വതവും തമ്മിലുള്ള വ്യത്യാസം. ഞാനത് പറയാനാണത്.
പർവ്വതം പൊട്ടി പൊട്ടി തകരും. കാരണം പർവ്വതത്തിനത് സുവിശേഷമല്ല. നമുക്ക് വരുന്ന ആദികളും വേദനകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും സുവിശേഷങ്ങളാകണം. അവിടേക്കാണ് നാം എത്തേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് നമുക്കറിയാം. നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന, നബിയുടെ വാക്ക്, നിങ്ങൾക്കൊരു മുള്ളു കുത്തുന്നത് പോലും ആലോചിച്ചു. ഇത് ഒരു ഹദീസ് എന്നുള്ള നിലക്ക് വിടല്ലേ നിങ്ങളത്. ഹദീസിനൊരു വിലയുണ്ട്, പക്ഷെ അങ്ങനെ വിടല്ലേ. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടതാണ് ഇങ്ങനെ എന്ന് നാം മനസ്സിലാക്കുക. എനിക്കൊരു വേദന വന്നാൽ, രോഗം വന്നാൽ, മാറാരോഗം വന്നാൽ അതെനിക്ക് നൽകേണ്ടത് നിരാശയല്ല, നിരാശാബോധമല്ല ഉണ്ടാകേണ്ടത്. എൻ്റെ കച്ചവടത്തിൽ എനിക്ക് നഷ്ടം വന്നാൽ കിട്ടേണ്ടത് നിരാശയല്ല. അതാണ് വിഷയം. അതൊക്കെ സുവിശേഷമാണ്. എന്തുകൊണ്ട് സുവിശേഷം? നമുക്കറിയാം റസൂൽ നമ്മളെ പഠിപ്പിച്ചത് എന്താകുന്നു എന്ന്. അവിടെയാണ് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താവുക? സുവിശേഷങ്ങളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് നാം മനസ്സിലാക്കുക. അങ്ങനെയാണ് നാം അതിനെയൊക്കെ നോക്കിക്കാണേണ്ടത്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണത്? അതാണ് അഞ്ചാമത്തെ രംഗം. എപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടത്, ഒരു പാവപ്പെട്ട മനുഷ്യൻ, നമ്മുടെ അയൽവാസി, ദരിദ്രൻ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, അയാൾക്ക് രോഗം വന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നു. മനസ്സിൽ നിന്ന് അറിഞ്ഞ് ഉൾക്കൊണ്ട് അയാൾക്ക് മരുന്ന് വാങ്ങാനുള്ള പണമോ അയാളുടെ മരുന്നോ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പം നമ്മൾ അനുഭവിക്കുന്നത് എന്താ? അതിൻ്റെ പേരെന്താ? എന്താ കളിയിൽ പറയാം? ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ അങ്ങനത്തെ പലതും അനുഭവിച്ച്. വീടില്ലാതെ ചോർന്നൊലിക്കുന്ന ഒരു പാവം, നമ്മളൊക്കെ നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ട്, ചോർന്നൊലിക്കുന്ന വീട്, ഒരു പാവം മനുഷ്യൻ. ഒരുപാട് പെൺകുട്ടികളുണ്ടാവും വീട്ടിൽ. ആ മനുഷ്യന് അല്ലെങ്കിൽ ആ കുടുംബത്തിന്, ആ പെൺകുട്ടികളുടെ ഉമ്മക്ക് വെള്ളം പുറത്തേക്ക് പോകുന്ന രൂപത്തിലുള്ള ആസ്പെറ്റോസ് കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിന് കിട്ടുന്നതിൻ്റെ പേരെന്താ? അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നാം ഭാഗവാക്കാകുമ്പോൾ, അതിൻ്റെ ഒരു കാരണക്കാരനാകുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സുഖമെന്താ? എന്താണത്? അത് സുവിശേഷമാണ്. അതാണ് വിശ്വാസിയുടെ സുവിശേഷത്തിൽ അഞ്ചാമത്തേത്. വളരെ സുപ്രധാനമാണിത്. നമ്മളെപ്പോഴും ചിന്തിക്കണം, ഒരു കാരണവശാലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ കീശയിലും എൻ്റെ അക്കൗണ്ടിലുമുള്ള ഒരു നയാ പൈസ പോലും ഈ ഒരു വികാരത്തോടു കൂടിയല്ലാതെ പുറത്തു പോകരുത്. റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചെലവ് പോലും, റസൂലുള്ളാഹിൻ്റെ ഭാഷ കുറച്ചും കൂടി മനോഹരമാണ്, നിങ്ങളുടെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഉരുള ചോറ് പോലും, അതിൻ്റെ വൈകാരികത ഇതാണ്. നമുക്കവിടെ സുവിശേഷമുണ്ട്, സന്തോഷമുണ്ട്. നമുക്ക് ആർക്കത് കിട്ടുക? നമുക്കല്ലാതെ. വിശ്വാസികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു റാഹത്തായിരിക്കും അല്ലേ? അതൊരു വല്ലാത്ത അനുഭവമല്ലേ കൂട്ടരെ? ഏത് തരം, ഇനി ഇതൊക്കെ വിട്, പണം കൊണ്ടുള്ളതൊക്കെ വിട്ടോ, അല്ലാത്ത ശരീരം കൊണ്ടൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചാലുള്ള ഒരു നമ്മുടെ ഒരു വാക്ക്, നമ്മളൊരു ഫോൺ ചെയ്തു ഒരാൾക്ക് വേണ്ടി, ഓക്കെ, 5 ദിവസം കഴിഞ്ഞിട്ട് അയാൾ വിളിച്ച് പറയാം, സർ നിങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും നമ്മളപ്പോൾ അനുഭവിക്കുന്നത്? അത് റബ്ബിൻ്റെ സുവിശേഷമാ കൂട്ടരെ. എല്ലാവർക്കും ഒന്നും അത് കിട്ടൂല, എല്ലാവർക്കും അത് കിട്ടില്ല. നിങ്ങൾക്കറിയാലോ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച്, ഓഹോ ജോലി കിട്ടിയോ, എന്നാൽ പിന്നെ എൻ്റേത് കൊടുത്താൽ കിട്ടുമോ എന്ന് പറയുന്ന ആളുകളില്ലേ? എന്താ കാര്യം? അവർക്കിത് കിട്ടാത്തതാണ്. അതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് കിട്ടും. നമ്മൾ സമയം അവസാനിക്കാറായി. ഇനി ജീവിതം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സുവിശേഷം, അത് അതിമനോഹരമാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ തീരില്ല, കാരണം നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിമനോഹരമാണ് ആ അനുഭവം. ആ അനുഭവം സൂറത്തുൽ വാഖിഅ എന്നൊരു സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു അത് അതിമനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്.
അള്ളാഹു അവിടെ പറയുന്നത് ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ്. അല്ലല്ല, പരലോകമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അവരോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിരസകരമാണ് ആ സംഭവം. അള്ളങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, ഓരോ സംഭവം. എവിടെ നിന്ന് തുടങ്ങുന്നു വെച്ചാൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫറഅയ്തും മാ തുംനൂൻ, എടോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന പുറത്തേക്ക് വരുന്ന ബീജങ്ങളെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയൂ. ആരാണത് സൃഷ്ടിച്ചത്? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ഒന്ന്, നിങ്ങളാണോ സൃഷ്ടിച്ചത്? നമ്മളാണോ അതിനെ സംവിധാനിച്ചത്? ആരാണ് ആണും പെണ്ണും ഉണ്ടാക്കിയത്? ആരാണ് അതിൻ്റെ രൂപം നൽകിയത്? ഒന്ന്. രണ്ടാമത്തത് അള്ളാഹ് ചോദിച്ചത്, മനുഷ്യന് ജീവിക്കണമെങ്കിൽ വിഭവങ്ങൾ വേണം, കൃഷി വേണം. രണ്ടാമത്തെ ചോദ്യം അഫറഅയ്തും മാ തഹ്റുസൂൻ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കുറിക്കുകൊള്ളുന്ന ചോദ്യം. എന്താണ് നിങ്ങൾ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരാണ് ഒരു വിത്തിട്ടാൽ അത് മുളപ്പിച്ചത്? നിങ്ങളാണോ അല്ല നമ്മളാണോ? പറയടോ. രണ്ട്. മൂന്നാമത് അള്ളാഹ് ചോദിച്ചത് വെള്ളത്തെക്കുറിച്ചാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളാണോ ആ വെള്ളത്തിൻ്റെ ഉൽപാദകർ? നമ്മളാണോ? നാലാമത്തെ ചോദ്യം അള്ളാഹ് ചോദിച്ചത് തീയെക്കുറിച്ചാണ്. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, എവിടുന്ന് കിട്ടി ഈ സാധനം? തീ. പറ്റുമോ നിങ്ങൾക്ക് തീയില്ലാതെ ജീവിക്കാൻ? 4 സംഗതികൾ ചോദിച്ചു. എന്നിട്ട് അള്ളാഹ് ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങളൊന്ന് പറയേ, എന്നിട്ടും നിങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കും? എന്തൊരു രസമാണ് സൂറത്തുൽ വാഖിയ. നിങ്ങളൊരു ആവർത്തി വായിച്ചു നോക്കണം. അതിമനോഹരമാണ് അതിൻ്റെ ആവിഷ്കാര രീതി. ഖുർആൻ ആ സംഭവം ഒരു പ്രാവശ്യം സൂറത്തുൽ വാഖിയ വായിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ വിശ്വാസം തെറ്റണ വിഷയം ഉണ്ടാവില്ല. അത്ര കടുപ്പത്തിലാണ് വിഷയം. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ശരി, ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകണില്ലല്ലേ? എന്നാൽ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂൻ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. അള്ളാഹു ചോദിക്കുക ഈ ടീമിനോട്, എന്നിട്ടും വിശ്വാസം വരാത്ത ടീമിനോട് ചോദിക്കുന്നു, നിങ്ങളിൽ ഒരുത്തന് മരണമാസന്നമായി എന്ന് വെക്കുക, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളെല്ലാവരും ആ മരണമാസന്നമായവരിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലേ? നെടുവീർപ്പിടും, അവൻ്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഓടും. അല്ലാഹ് പറയാം, അപ്പോഴോ നഹ്നു അഖ്റബു ഇലൈഹി മിൻകും. നിങ്ങൾ മനസ്സിലാക്കണം കൂട്ടരെ, നിങ്ങൾ നിഷേധിച്ച നാമുണ്ടല്ലോ, നാമായിരിക്കും നിങ്ങളുടെ മരണാസന്നനായ സുഹൃത്തിൻ്റെ ഏറ്റവും അടുത്ത് നമ്മളാ ഉണ്ടാകുക. പക്ഷേ വലാക്കില്ലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് കാണാനൊക്കില്ല എന്നെ, നിങ്ങൾക്കെന്നെ കാണാനൊക്കില്ല. അള്ളാഹുവിൻ്റെ ചോദ്യം ഇനിയാണ്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. അല്ല കൂട്ടരെ, ഞാൻ ഒന്നും കൂടി നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ലാസ്റ്റ് ചാൻസ് അള്ളാഹ് കൊടുക്കുക. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന ഒരു സൃഷ്ടാവിൻ്റെ, അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരി, എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, തർജിഊനഹാ, നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ജീവനാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, സാധ്യമാണെങ്കിൽ അവൻ്റെ ജീവനൊന്ന് നിങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവാ. ഇൻ കുൻതും സാദിഖീൻ, പറയുന്നത് നേരാണെങ്കിൽ. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ വിഷയത്തിലേക്ക് എത്താനാണ്. അവിടെയാണ് രംഗം. എന്നിട്ട് അള്ളാഹു മനോഹരമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് മരണത്തിൻ്റെ 3 രംഗങ്ങൾ. ഒന്നാമത്തേത് ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം. അള്ളാഹുമായി സാമീപ്യം ലഭിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മരണം അതിമനോഹരമായിരിക്കും. അതിൽ റൗഹുണ്ടാകും, ആശ്വാസമുണ്ടാകും. ആശ്വാസം, മരണം ആശ്വാസമായിരിക്കും. അതങ്ങനെ ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് തോന്നും, പുറത്ത് കിടവർക്ക് തോന്നും, അയ്യോ അയാൾ മരിച്ചൂലേ എന്ന്. മരിച്ച ആൾ ഭയങ്കര ഓ എന്തൊരു തരം റൈഹാൻ, അതിനപ്പുറം സുന്ദരമായ സുഗന്ധപൂരിതമായ ജീവിതത്തിന് വേറെ വാക്കില്ല. അതാണ് അനുഭവിക്കുക.
രണ്ടാമത്തെ വിഭാഗം വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. അള്ളാഹുവിൻ്റെ ഭാഷയാണ്. മരണമാസന്നമാകുമ്പോൾ രണ്ടാമത്തെ ഒരു ടീമിൻ്റെ അവസ്ഥ, അവർ അസ്ഹാബുൽ യമീനായിരിക്കും, വലതുപക്ഷക്കാർ. അവരവരുടെ കാതുകളിൽ കേൾക്കുന്ന ഒരു വാക്ക് ആ സമയത്ത് സലാമുൻ ലക്, നിനക്ക് സമാധാനം കാണും, നീ പേടിക്കണ്ട, കാരണം നീ അസ്ഹാബുൽ യമീനിൽ പെട്ടു. മൂന്നാമത്തെ വിഭാഗം വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബി ഷിമ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അദ്ദാല്ലീൻ. മൂന്നാമത്തെ ടീമാണ് ഈ ആളുകൾ. കളവാക്കുകയും അള്ളാഹുവിനെ കളവാക്കുകയും അതിൻ്റെ പേരിൽ വഴിപിഴച്ചു പോവുകയും ചെയ്ത ടീം. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഈ ആയത്തുകൾ അവതരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമായാൽ അള്ളാഹുവിനെ അവനെ കാണാനും ഇഷ്ടമാകും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ അള്ളാഹുവിനും അവനെ കാണാൻ വെറുപ്പാകും. ഇത് കേട്ടപ്പോൾ ആളുകൾ വാവിട്ട് കരഞ്ഞു. ആളുകൾ പറഞ്ഞു, റസൂലെ, ഞങ്ങളിൽ ആർക്കാണ് മരണം ഇഷ്ടമാവുക? അള്ളാഹിനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുകയാണല്ലേ? റസൂൽ പറഞ്ഞു, അല്ല, മരണമല്ല. ഏതാണ് മൻ അഹബ്ബ ലിഖാ അല്ലാഹ്? അത് ഈ സമയമാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായ വിശ്വാസിക്ക് ലഭിക്കുന്ന ആറാമത്തെ സുവിശേഷം. മരണമാസന്നമാകുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ കാണാൻ കൊതിച്ചു പോകും. കാരണം അത്ര രസകരമായിട്ടായിരിക്കും അവൻ്റെ മരണശേഷമുള്ള ജീവിതരംഗം അള്ളാഹുവിന് ചിത്രീകരിച്ചു കൊടുക്കുക. ഒരു സ്ക്രീനിൽ കാണുമാതിരി ഇങ്ങനെ കാണും. എൻ്റെ സീറ്റ് എവിടെയാണ്, ഞാൻ ആരാണ്. അപ്പോൾ നമുക്ക് കൊതിയാകും. അതാണ് മൻ അഹബ്ബ ലിഖാ അല്ലാഹ്. രണ്ടാമത്തെ ചിത്രം ഭീകരമാണ്. രണ്ടാമത്തെ ചിത്രം ഭീകരമായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ മനസ്സിൽ കണ്ടോ? ഇവിടെ നമുക്ക് രണ്ടാമത്തേത് പറയണ്ട, നമ്മൾ ആദ്യത്തേതേ പറയേണ്ടുള്ളൂ. അതാണല്ലോ സുവിശേഷം. അതൊരു വല്ലാത്ത രംഗമായിരിക്കും. മരണസമയത്ത് തന്നെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അറിയാലോ നിങ്ങൾ, അതൊക്കെ അവിടെ വരുന്നതാ. ർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയതൻ, അതൊക്കെ ആ സമയത്ത് കേൾക്കാം. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, അതിമനോഹരമായിട്ടായിരിക്കും അതിങ്ങനെ കേൾക്കാം. എന്ത് രസകരമായിരിക്കും എന്നറിയോ? മരണം എല്ലാവരും മനസ്സിലായിക്കോ, മരണം നിങ്ങൾ പേടിക്കേണ്ട ഒരു സംഗതിയല്ല. മരണം അതിസന്തോഷകരമായ ഒരു അനുഭവമാണ്. അള്ളാഹു ആക്കി തരുമാറാകട്ടെ. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അങ്ങനെ ആകാൻ വേണ്ടി നാം അധ്വാനിക്കണം. നമുക്ക് ആ സമയത്ത് ആ തരം ഒരു സന്തോഷം, സുവിശേഷം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അത് ഒരുപാട് വാചകങ്ങളിലൂടെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് വാചകങ്ങളിലൂടെ ആ വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരു സുവിശേഷമുള്ളത് മരണശേഷമുള്ള ജീവിതം നമുക്കറിയാം, ഖബറിലാണ്. ഖബറെന്ന് കേൾക്കണതിന് നമുക്കൊക്കെ പേടിയാണ്. കാണുന്നതും പേടിയാണ്, കേൾക്കുന്നതും പേടിയാണ്. ഇതിൻ്റെ അർത്ഥം പേടിക്കേണ്ടെന്നൊന്നുമല്ല, പക്ഷേ നമ്മൾ അങ്ങനെ പേടിക്കേണ്ടവരല്ല. ഖബറിലെ സുവിശേഷം അതിമനോഹരമാണ്. ആ സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്ന വാക്ക് പോലും അതിരസകരമാണ്. അതാ രസം. ഖബറിലുള്ള ഒന്നാമത്തെ ദിവസം, ഒന്നാമത്തെ രാത്രി, അള്ളാഹുവിൻ്റെ അവിടെയുള്ള പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞു. ഉള്ള പ്രൊസീജിയർ എന്താണെന്ന് നമുക്കറിയാലോ. ആളുകൾ ഖബറിൽ വെച്ച് കല്ലൊക്കെ വെച്ച് പോകും. അത് കഴിഞ്ഞാൽ മലക്കുകൾ വരും, ഒരു ചെറിയ പരിപാടിയുണ്ട്, ചോദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ എന്താണ് സുവിശേഷം? റസൂലുള്ളാഹി പറയുകയാണ്, ഈ മലക്കുകൾ പോകുമ്പോൾ പറയുന്ന ഒരു വാചകം, നം കനൗമത്തിൽ അറൂസ്. അതാണ് സുവിശേഷം. എന്താ അറൂസ് എന്ന് പറഞ്ഞാൽ? നം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഉറങ്ങിക്കോന്ന, വിശ്രമിച്ചോ. എങ്ങനെ ഉറങ്ങണ്ടേ? കനൗമത്തിൽ അറൂസ്, ആണിനോടും പെണ്ണിനോടുമാണ് പറയുന്നത്.
നിങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ, അതാണ് അറൂസ്, നൗമത്തുൽ അറൂസ്. അതാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ആ ഭാഷ. റസൂലുള്ള ആ കാര്യം വിശദീകരിച്ച രീതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നൗമത്തിൽ അറൂസ്, അന്ന് ഉറങ്ങൂലല്ലോ. ഉറക്കമല്ല അവിടെ ഉദ്ദേശം, ആനന്ദമാണ്. അതിനപ്പുറം മനുഷ്യന് മനസ്സിലാകാവുന്ന ഒരു ആവിഷ്കാരം അതിനപ്പുറം പറയാനില്ല. ഖബർ അതാണ്, ഖബർ അതാണ്. ഖബർ നമ്മുടെ മണിയറയാണ്. മാഷാ അല്ലാഹ്, അതല്ലേ വിശ്വാസിയുടെ സന്തോഷം, അതല്ലേ വിശ്വാസിയുടെ സന്തോഷം, അതല്ലേ സുവിശേഷം യഥാർത്ഥത്തിൽ. ഞാൻ പറഞ്ഞു അവസാനിക്കൂല ഈ സുവിശേഷം പറഞ്ഞാൽ, നിർത്തുകയാണ്. ഒന്നുകൂടി പറയാം. അവസാനത്തെ ഒരു രംഗമുണ്ട്. ഖബറിന്നൊക്കെ എഴുന്നേറ്റ് പോയി അവിടെ ചെന്നിട്ട് വിചാരണ നടക്കുന്ന ഒരു രംഗമാണ്. അവിടെ സുവിശേഷത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ആദ്യത്തെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ? യഥാർത്ഥ ജീവിതം അതാണ്. ഇനിയാണ് തുടങ്ങണത്. ഇനിയാണ് എന്താണ്? ഇതുവരെ ഇതൊക്കെ സ്വപ്നാട്ടോ, ഇത് ജീവിതമല്ല. ഇമാം ഗസാലി നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിക് ഫിലോസഫി, ഒരു മുസ്ലിം ഫിലോസഫറായി അറിയപ്പെടുന്ന ആളാണ് ഇമാം ഗസാലി. അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ട് അതിമനോഹരമായ ഒരു വാചകം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വന്നാസു നയ്യാമുൻ, ജനങ്ങളൊക്കെ ഇപ്പം എന്തു ചെയ്യാണ്? ഉറങ്ങുകയാണ്. ഇപ്പം നമ്മൾ എന്തു ചെയ്യാണ്? ഉറങ്ങുകയാണ്. ആണോ? വഇദാമാതു ഇൻതബഹു, ഇനി ഉണരും. എപ്പോഴാണ് ഉണരുക? മരിച്ചാലാണ് എന്തു ചെയ്യുക? ഇപ്പം നമ്മൾ ശരിക്കും എന്തു ചെയ്യാണ്? ഉറങ്ങുകയാണ്. ഇത് ഉറക്കമാണ്. ആരും വിചാരിക്കേണ്ട ഇത് ജീവിതമാണ്. മരിച്ചാലാണ് എന്ത് തുടങ്ങണത്? ജീവിതം ആരംഭിക്കുന്നത്, യഥാർത്ഥ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതം ആരംഭിക്കും. സുവിശേഷം കിട്ടുന്ന എപ്പോഴാണ് അറിയോ? സുവിശേഷങ്ങൾ മനസ്സിലാക്കുക. രണ്ട് രംഗമുണ്ട്. ഒന്നാമത്തെ രംഗം, രണ്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ രംഗം അള്ളാഹുവിൻ്റെ അർഷുണ്ട്. അത് വേറെ ഒരു കാര്യമാണ്. അർഷ് എന്താണെന്നൊക്കെ നമുക്ക് വരുമ്പോൾ, അർഷിന് രണ്ട് സൈഡുണ്ടാവും, വലതും ഇടതും. അള്ളാഹുവിൻ്റെ ഒരു 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 കമൻറ്റ് വരും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അതൊരു ഓർഡറാണ്, ഒരു ഓർഡർ. ആ വാക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ രണ്ട് ടീമായി ആളുകൾ മാറും. വംതാസുൽ യൗമ അയ്യുഹൽ, അവിടെ മുജ്രിമുകളെ നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കണം എന്ന് പറഞ്ഞു. രണ്ട് ടീമായി. ഒരു ടീം അർഷിൻ്റെ വലത് ഭാഗത്തും മറ്റൊരു ടീം അർഷിൻ്റെ ഇടത് ഭാഗത്തും. അപ്പം തന്നെ മനസ്സിലായി അത് സുവിശേഷമാണ്. നമ്മളെങ്ങോട്ടാണ് പോകാനുള്ളത്? വലത് ഭാഗത്തുള്ള ടീം മാഷാ അല്ലാഹ് വളരെ ഹാപ്പി ആയിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും. അവർ സ്വയം പരസ്പരം പറയും, ഹാദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ, ഇതാണോ അന്ന് പറഞ്ഞ ദിവസം. ഏത്? നമുക്ക് അല്ലാഹ് ഒരു യൗമുദ്ദീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ ദിവസം, യൗമുൽ സമ്മാനം കൊടുക്കുന്ന ദിവസം, യൗമുദ്ദീൻ. അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഒരു ഗ്രന്ഥം വിതരണം ചെയ്യല, ഏട്, സ്ക്രിപ്റ്റ്. നമ്മളെ അത് ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞാൽ ബുക്കായിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പുസ്തകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതിനുള്ളിൽ ഒരു 10,000-ഓളം ബുക്കുകളുണ്ട്. അപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞാൽ ആരും ബേജാറാണ്ടത് ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടെടുക്കേണ്ടിയിരുന്നു. കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും. കൊണ്ടുവന്ന് തരുന്ന തന്നെ രണ്ട് രീതിയിലായിരിക്കും. ഒന്നിങ്ങനെ നേർക്ക് നേരെ മുമ്പ് കൂടെ, മറ്റേത് പിമ്പ് കൂടെ തരുള്ളൂ. മുമ്പ് കൂടെ തരൂല, പിന്നെ കൂടെ തരും. സുവിശേഷം അവസാനിക്കൂല. ഇത് ഇനി അങ്ങോട്ട് അതിമനോഹരമാണ്. ജീവിതത്തിൽ നമ്മൾക്ക് ഒരു പക്ഷേ സഹോദരന്മാരെ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരം സുവിശേഷങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ചുരുക്കത്തിൽ വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഒരുപാട് സുവിശേഷങ്ങൾ കേട്ടവരാണ്, കേൾക്കേണ്ടവരാണ്, അനുഭവിക്കേണ്ടവരാണ്, ആസ്വദിക്കേണ്ടവരാണ്. നമ്മൾ നിസ്സാരക്കാരല്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഒരു 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 ആത്മവിശ്വാസമുണ്ടാകണം. നമ്മൾ സാധാരണക്കാരല്ല.
ഒരുപാട് സന്തോഷവും ഒരുപാട് തരത്തിലുള്ള സമാധാനവും ലഭിക്കുന്നവരാണ് നാം, ലഭിക്കേണ്ടവരാണ്. ജീവിതത്തിൽ ഈ ഇമാം ഗസാലിയുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള ഈ ഉറക്കത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമ്മളെന്താണത്? ബേജാറാണ്. ഇതൊരു ഉറക്കമാണ്. ഇവിടെ ചിലപ്പോൾ വേദന ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ബേജാറുണ്ടാവും. ഇതൊന്നും നമ്മൾ ബേജാറാണ്ട. നമുക്ക് ഉണരാനുണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഈ സുവിശേഷങ്ങൾ മുഴുവൻ ആ ഉണർച്ചയ്ക്ക് ശേഷമുള്ള ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും വേദന നാം അനുഭവിക്കുന്നുവെങ്കിൽ അത് അതിനു വേണ്ടിയുള്ളതാണ്. അവിടെയുള്ള പ്രയാസങ്ങൾ നമുക്കില്ലാതായിത്തീരാം. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഈ സുവിശേഷങ്ങളും ഈ സമാധാന വാക്കുകളുമൊക്കെ കേൾക്കുന്നതോടൊപ്പം അവ ജീവിതത്തിൽ പകർത്താനുള്ള മനസ്സും അങ്ങനെ ജീവിക്കുവാനുള്ള സാഹചര്യവും കൂട്ടുകെട്ടും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഈ സുവിശേഷവും സമാധാനവും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാകുന്ന സൗഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ സമുദായത്തിനും നൽകി നീ അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക